ഒരുവിധം നമ്മൾ അകത്ത് കയറി രക്ഷപ്പെട്ടത്. എല്ലാവരും കിങ്ങിണി കുട്ടപ്പനൊക്കെ അവിടെ പോയി. അവർ അച്ഛനെ എന്തേ? പുലിയെ കണ്ടോട്ട് എല്ലാരും പല റൂമിലോട്ടായി ചാടി കയറിയത്. ഏതൊക്കെ റൂമിലാന്ന് അറിയത്തില്ലല്ലോ മോളെ. ഈ സമയത്ത് തന്നെ കറണ്ടും പോയല്ലോ. ആ പുലി അതിന് പുറത്ത് നിൽപ്പുണ്ട്. അവരോടും ചോദിച്ചോക്കട്ടെ അറിയാവുന്ന നമുക്ക് എത്താ അവരെ തരാം. ആ ടോർച്ച് ആണെങ്കിൽ ഇവിടെ എവിടെ വെച്ച് ആരോ എടുത്ത് വേറെ എങ്ങനെ മാറ്റി വെച്ച് ആരും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. പിള്ളേർ നിങ്ങൾക്ക് എവിടാ? അയ്യോ ജനല് പൊട്ടി. മക്കളെ വാതിലടയ്ക്ക്. ആ ജനല് പൊട്ടിച്ച് ആ പുലിയെ തോന്നുന്നു അകത്ത് എറിയും തോന്നുന്നു. എവിടാന്ന് ആ ടോർച്ച് കൊണ്ടുവച്ചേ? പിള്ളേരാന്ന് തോന്നുന്നു മാറ്റിയത് ഇവിടുന്ന്. പിന്നെ സൗണ്ട് കേട്ടല്ലോ, തല്ലി പൊട്ടിക്ക് സൗണ്ട്. ആ പുലിയാന്ന് തോന്നുന്നു. എനിക്ക് വയ്യ, അകത്താ കയറിയത്. ഈ ചേട്ടാ അടുപ്പ് കിടക്കോ? ചേട്ടാ ആഹാ, ഇത്രയും പേരുണ്ടായിരുന്നു അടുക്കളയില്. കറണ്ട് പോയപ്പോ ഞാൻ പേടിച്ചു എവിടെയൊക്കെ വലിഞ്ഞു കയറിയതാ മക്കളെ. ചേട്ടൻ കളഞ്ഞേ കാണുന്നില്ലല്ലോ. ദേ ഉണ്ട്, ഇവിടെ ഉണ്ട് ശാരദേ, ഞാൻ വരുവാ. ഓ, നിങ്ങളൊക്കെ അടുക്കള നിൽക്കുമായിരുന്നോ? ഞാനെങ്കിൽ നിങ്ങളെ തപ്പാത്ത സ്ഥലമില്ല. മോനെ പുലി കയറി തോന്നുന്നു കേട്ടോ. അടുക്കള ഭയങ്കര സൗണ്ട്. എവിടെ നിർത്തില്ല? അടുക്കള എവിടെ ഏത് മുറിയിലാന്ന് അറിയത്തില്ല. ജനല് പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ട് ജനല് പൊട്ടിച്ച് എങ്ങോട്ടൊക്കെ കയറി തോന്നാ പുലി. പുലി വീണ്ടും വന്നോ? നിങ്ങൾക്കപ്പോ പുലി നേരത്തെ കണ്ടായിരുന്നോ? പിന്നെ ഞങ്ങളൊക്കെ നേരത്തെ കണ്ടു പുലി. അങ്ങനെ ഞങ്ങളെ പേടിച്ചോടിയത്. എന്താ അമ്മണി? അമ്മണി പറയാ അതാ എനിക്ക് ബ്രെയിൻ റോട്ട് ആനിമലാന്ന്. എന്തോ എന്റെ പേരതോ പറഞ്ഞ്. ലൈറ്റ് അടഞ്ഞില്ല വീണ്ടും. ഓ, ഒന്നും കാണാൻ വയ്യ. എല്ലാരും നിൽക്കുന്നിടത്ത് തന്നെ നിക്ക്. അപ്പുറത്തെ മുറിയിൽ എനിക്ക് ടോർച്ച് ഇരിക്കുന്നത് കണ്ടത്. അത് എടുത്തോണ്ട് വരേണ്ടതായിരുന്നു. ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ ടോർച്ച് ചേട്ടാ. ഞാൻ കണ്ടായിരുന്നു അപ്പുറത്ത് ടോർച്ച് ഇരിക്കുന്നത്. മോനെ സൂക്ഷിച്ചു പോണേടാ. അവിടെ ആ പുലി എവിടാ നിൽക്കുന്ന നടത്തില്ല. ആ കുഴപ്പമില്ല, ഞാൻ സൂക്ഷിച്ചോളാം. വാ എല്ലാരും ഇങ്ങോട്ടോ, ഞാൻ ടോർച്ച് അടിച്ചു തരാം കേട്ടോ. നമുക്ക് അങ്ങനെ ലിവിംഗ് റൂമിൽ ഇരിക്കാം. അത് ശരി. എത്ര നേരം അടുക്കള ഇന്ന് കാലം അടിക്കുന്നു എനിക്ക്. ഇപ്പൊ പെട്ടോണ്ടല്ലോ, എല്ലാരും വാ. ഓ സോറി. വാ താഴോട്ട് ഞാൻ ടോർച്ച് അടിച്ചത്. എല്ലാരും വാ. നടക്കും ആളൂട്ടി. ഞാൻ ഇവിടെ ടോർച്ച് അടിച്ചല്ലോ, ഇങ്ങോട്ട് പോരെ. വാ ഓരോരുത്തരായിട്ട് വന്നിട്ട് സെറ്റിക്കകത്തിരിക്കും. എന്തോ ചേട്ടൻ സൗണ്ട് കേൾക്കുന്നത്? ആ പുലിയാണോ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഈ ബ്രെയിൻ റോട്ട് ആയിരുന്നല്ലോ അതൊക്കെ പറഞ്ഞു കേട്ട്. എന്തോ ട്രൈഗലേരിയും വാട്ടർ മെലോണിയോ എനിക്ക് അറിയാടി. അതിന് ഞാനെങ്കിൽ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. അമ്മണി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആ ബ്രെയിൻ റോട്ട് തന്നെ അത്. വാ എല്ലാരും കേറി. ശരി ചേട്ടാ, സ്വസ്ഥമായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. ആ പുലി പോകുന്നവരെ. അതാരടി കഥയിന് കൂട്ടുന്നേ ഇപ്പം? മക്കളെ കഥ തുറന്നേ. ആരാ അത്? ഒരു ലേഡിയുടെ സൗണ്ട് അതല്ലേ കേൾക്കുന്നേ. ആരാ അത്? ഇപ്പൊ ലേഡീസിനെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. രാത്രിയിലൊക്കെ നമുക്ക് കഥ തുറക്കുമ്പോഴേ ചിലപ്പോൾ കള്ളന്മാരായിരിക്കും, അറിയാൻ പറ്റത്തില്ല. ആരാന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് തുറന്നാൽ മതി. നിങ്ങൾ ആരാന്ന് പറയൂ, എന്നിട്ട് കഥ തുറക്കാം. പെട്ടെന്ന് ഉറക്കം നിങ്ങള്. വളരെ അർജന്റ്, അതുകൊണ്ടാ പെട്ടെന്ന് തുറന്നേ കഥ. സൗണ്ട് കേട്ടിട്ട് കുറച്ച് പ്രായമുള്ളതാന്ന് തോന്നുന്നു കേട്ടോ. കഥ തുറന്നു കൊടുക്കും മോനെ. എന്തായാലും അവരൊന്നും ചെയ്തു കഥ തുറക്ക്. ശരിയമ്മേ. ഇത് കണ്ടിട്ടില്ലല്ലോ. എന്ത് പറയാനാ പിള്ളേരെ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നു. ആ കാട്ടിനകത്താക്കി ഒരു പുലിയുടെ സൗണ്ട് കേട്ടു. ഇവിടെ അടുത്തൊക്കെ നോക്കിയിട്ട് വീടുകൾ വേറെ ഒന്നും കണ്ടില്ല. തൊട്ടപ്പുറത്തൊരു വീടുണ്ടായിരുന്നു, അവിടെ പക്ഷെ ആളൊന്നും ഇല്ലെന്ന് തോന്നി. അതുകൊണ്ട് ചാടി ഇങ്ങോട്ട് കയറിയതാ. ആ പുലി എങ്കിൽ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ചാടി കയറി ഇങ്ങോട്ട്. ആ പുലി അങ്ങോട്ട് കാട്ടിലോട്ട് ചാടിയപ്പോ കണ്ടിട്ടുണ്ടോ കിങ്ങിണി? ആ ഞാൻ ടീച്ചറാ മോളെ. മോക്ക് എന്നെ മനസ്സിലായോ? മോളെ സ്കൂളിലാണ് പഠിക്കുന്നേ. എനിക്ക് മാത്രമല്ല ജ്യൂസൊക്കെ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ മാസേ പിള്ളേർക്കൊക്കെ ഉണ്ട്. നീ ഒന്നും വന്നതും ഇല്ലല്ലോ. ഞാനാണെങ്കിൽ ഇപ്പൊ റെന്റിന് താമസിക്കാം മോളെ. ഇവിടെ അടുത്തായിട്ട് വരും ഏകദേശം. അപ്പോൾ എനിക്ക് മാർക്കറ്റ് എവിടെ നടത്തില്ല. റെന്റിന് താമസിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായതേ ഉള്ളൂ റേറ്റിന് വന്നിട്ട്. അപ്പം നിങ്ങളുടെ സ്കൂളില്ലേ സൈലന്ത്രി, അവിടുത്തെ ടീച്ചറായിട്ട് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ആ ഞാനിപ്പോൾ ആ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ 2-3 ദിവസമായതേ ഉള്ളൂ വീടെടുത്തിട്ട്. അപ്പോൾ എനിക്ക് അറിയത്തില്ല മാർക്കറ്റ് എവിടെയാണെന്ന്. ഞാനങ്ങനെ ചോദിച്ചും പറഞ്ഞൊക്കെ പോകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ കണ്ടത് കേട്ടോ. ഒരു ടൈഗറായി കാട്ടി നിൽക്കുന്നത്. ഓ ഈ വീട് കണ്ടില്ലാതെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തേ? തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ നോക്കിയപ്പോൾ ആരും കാണാനില്ല. ഏതായാലും കാര്യമായല്ലോ ഇത്രയും വലിയൊരു വീട്ടിൽ വന്ന് കയറാൻ പറ്റിയത്. ആളും ഉണ്ട് ഇവിടെ.
ഇതേ വീണ്ടും പൊട്ടിച്ച്. എനിക്കൊന്ന് ആ പുലി വീണ്ടും ഇങ്ങോട്ട് പൊട്ടിക്കുമെന്ന് നമ്മുടെ ക്ലാസ് മൊത്തം പൊട്ടിക്കോ ജനലിച്ചില്ല. എടി ഞാൻ അടുക്കള പോയി നോക്കട്ടെ എടി. ഓ വേണ്ട, ചേട്ടൻ പോകണ്ട അടുക്കളയിൽ. നേരെ സൗണ്ട് കേട്ടില്ലേ? ആ പുലി ഇവിടെ കിടന്ന് മെതിക്കുമെന്ന് തോന്നുന്നു. എടി അടുക്കളയിലൊന്നും ആയിരിക്കത്തില്ല, അടുക്കള നല്ല ബന്ധസായിട്ട് കിടക്കൂല്ലേ. എനിക്കൊന്ന് വർക്കേരിയിലായിരിക്കും. വർക്കേരിയിൽ നിന്നാണെങ്കിൽ അടുക്കളയായിട്ടുള്ള കഥ ഞാനെങ്കിൽ പൂട്ടുകയും ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആയിരിക്കത്തില്ല, വർക്കേരിയിൽ തന്നെ ആയിരിക്കും സംഭവം. അയ്യോ എന്നാലും അത് അകത്ത് കയറിയോ വീടിനകത്ത്? അയ്യോ എൻ്റെ ഫോൺ റിങ് ഞാൻ എടുക്കട്ടെ. ഹലോ, ആ മോനെ, അമ്മ ആണെങ്കിലേ ദേ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴി കേട്ടോ. ഞാൻ വേറൊരു വീട്ടിൽ കയറി നിൽക്കുവാടാ, കുറച്ച് ലേറ്റാകും കേട്ടോ. എന്താ? അയ്യോ അവരത് എടുത്തോണ്ട് പോയോ? ഞാനൊന്നും പെട്ടെന്ന് വരാം. ആ ശരി ശരി. അയ്യോ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ വീട്ടിലോട്ട് ചെന്നേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഗ്യാസ് കുറ്റിയാണെങ്കിലേ ആരും എടുത്തോണ്ട് പോയി കേട്ടോ. പുറത്ത് വെച്ചേക്കുമായിരുന്നു ഗ്യാസുകാരെ കൊണ്ടുവന്ന്. അത് ആരും നടത്തില്ല, ആരും എടുത്തോണ്ട് അപ്പത്തങ്ങോട്ട് കൊണ്ട് വെച്ചേക്കുന്നു. അയ്യോ ആ ഏരിയ കള്ളന്മാരും വല്ലതും ഉണ്ടോ? കള്ളന്മാരൊന്നും ഇല്ല, ഞാനിപ്പോൾ അവിടെ പുതിയതായിട്ട് ചെന്നുകൊണ്ട് അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ വിചാരിച്ചാണ് അവരുടെ തെറ്റി ചിലപ്പോൾ എടുത്തോണ്ട് പോയതായിരിക്കും. കുറ്റി ആരുടെ അറിയാൻ വയ്യാതെ. ഇപ്പം ചെന്നില്ലെങ്കിൽ ഇട്ടത്തുമില്ല. കുറ്റി ആരെങ്കിലും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനെന്നാൽ പെട്ടെന്ന് പോട്ടെ, എന്നാലേ പുലി ആ അടുക്കളയിലോട്ട് നിൽക്കുമല്ലേ, പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചേട്ടൻ ഒരു കാര്യം ചേട്ടാ, എന്നാൽ ടീച്ചറിനെ കൊണ്ട് വിട്ട് വീട്ടിൽ. ആ ടീച്ചറെ ഞാനോട് കൊണ്ടുവിടാം കേട്ടോ, വീട് വരെ വരാം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോരാം. അയ്യോ അത് വേണ്ട, പിള്ളേരെല്ലാം ഒറ്റയ്ക്കാവത്തില്ലേ? ഏയ് അതിനൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ 3-4 പെണ്ണുങ്ങളുണ്ടല്ലോ. അമ്മയുണ്ട്, വേണ്ട നളിനിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടൻ എന്തായാലും ടീച്ചറിനെ കൊണ്ട് വിടും കേട്ടോ. എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട. എന്നാ വേഗം മാമനെ. ടീച്ചർ അയ്യോ പുലി കരയുന്ന സൗണ്ട് കേട്ടത്. അപ്പൊ ഇവിടെ അവിടുത്തെ എവിടെ ഉണ്ടല്ലോ. കറണ്ട് ഇല്ലാത്തത് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ശാരദയുടെ ചേട്ടനെങ്കിൽ ടോർച്ചും കൊണ്ട് പോവുകയും ചെയ്തു ടീച്ചറെ കൊണ്ടുവിടാൻ വേണ്ടി. ഇപ്പൊ ഒന്നും കാണാൻ വയ്യ ഇവിടെ. ഇരുട്ടാതെ കാര്യമായി, അല്ലെങ്കിൽ പുലി നമ്മളെ കണ്ടു നിന്നേനെ. ഇപ്പൊ പുലി വന്നാലും നമ്മളെ കാണത്തില്ലല്ലോ. ആർക്കും അങ്ങോട്ട് ഇട്ട് കാണാനും പറ്റുന്നില്ല. പുലി കൊണ്ട് നമ്മളെ പിടിക്കത്തില്ല. ഈ ഒറ്റകൾ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. എനിക്ക് എത്ര ഇരുട്ടാണെങ്കിലും ഇവറ്റകളെ എന്നെ കാണാം. ആ ഒറ്റകൾക്ക് പക്ഷെ എന്നെ കാണത്തില്ല. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ അമ്മണി? സത്യമാണോ അമ്മണി പറയുന്നത്? പിന്നെ അവക്ക് വട്ട്. ഇവിടെ അങ്ങനെ പുലി കയറാനാ? നമ്മളെല്ലാം അടച്ചു പൂട്ടിയിട്ടേക്കകത്ത് പുലി ഇവിടെ കയറുന്ന എങ്ങനെയാ? പുലി കയറാതിരിക്കുന്ന എങ്ങനെ മോളെ? 2-3 തവണ ആയി ജനലെങ്കിൽ ചവിട്ടി പൊളിക്കുന്ന കേട്ടതല്ലേ നമ്മള്. ഈ ജനലെല്ലാം പൊളിച്ച് നമ്മുടെ മുറിക്കത്ത് കയറി നിർത്തില്ലല്ലോ. നമ്മൾ നിൽക്കുന്ന റൂമിൽ തന്നെ ഉണ്ടോ? ലൈറ്റ് ഇല്ലാത്തോണ്ട് ഒന്നും കാണാനും പറ്റുന്നില്ല. ആരൊക്കെ എവിടെ നിൽക്കുന്നത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നില്ല. പുലിയൊന്നും എന്താ ഇവിടെ കേരളത്തിൽ ഉറപ്പുണ്ട്. എനിക്ക് പേടിയില്ല ചേച്ചി, ഇവിടെ പുലിയൊന്നും വരത്തില്ല. എനിക്കിപ്പോ പുലി വന്നാലും പേടിയില്ല, എല്ലാരും ഉള്ളതുകൊണ്ട്. നമ്മളെല്ലാരും ഉണ്ടല്ലോ. എന്നാലും നമ്മൾ എന്തോ ചെയ്യാനും? നമ്മളെ പുലി എല്ലാം കൂടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുലി നമ്മളെല്ലാരും കൂടെ തിന്നും. അയ്യോ അതാരാ ചിരിച്ചത്? ദൈവമേ പണി പാളിയോ? അമ്മണി പറഞ്ഞ സത്യമൊന്നും നമ്മുടെ ഈ റൂമിൽ ഉണ്ടോ പുലി? ചേട്ടനങ്ങി വന്നോ? ചേട്ടനങ്ങ് നമ്മളെ ചുമ്മാ തമാശയിൽ ചിരിപ്പിച്ചായിരിക്കും. എന്തോന്നും എനിക്കറിയത്തില്ലല്ലോ. ചേട്ടന്റെ ചിരി അങ്ങനെ അല്ലല്ലോ. ഒരു ചെറിയ ചിരി മാത്രം ഞാൻ കേട്ടു. എന്തായാലും പുലി അങ്ങനെ ചിരിക്കുമോ മനുഷ്യല്ലാതെ? അവനായിരിക്കും മാധു വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ. എന്നാലും എനിക്കൊരു പേടിയമ്മേ. ഞാൻ എന്തായാലും കണ്ടതാ കണ്ണ്. ഇപ്പൊ നോക്കിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ കണ്ണ് ഞാൻ തിളങ്ങുന്ന കണ്ടതാ. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് അടുക്കളയിലോട്ട് തന്നെ പോയല്ലോ. അവിടെ കുറച്ച് സേഫ്റ്റി ഉണ്ട്. ഇപ്പൊ അമ്മണി ഇവിടെ കണ്ടെത്തല്ലേ പറഞ്ഞ പുലിയെ. നമുക്കങ്ങ് മിണ്ടാതെ പോകാം. ആ പുലി നമ്മളെ പിന്തുടരുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. അടുക്കള കയറി നമുക്കതിലേ കഥ അടച്ചിരിക്കാം. ആ അത് ശരിയാ. എന്തായാലും അമ്മണി ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. എല്ലാവരും നടക്ക്. നേരെ അങ്ങോട്ട് വലത്തോട്ട് നടന്നാൽ മതി എല്ലാവരും. എന്തോ കൂട്ടുപോലെ വന്ന് കൂട്ടിയിടിച്ചത്. ഇങ്ങോട്ടാ വലത്തോട്ട് നടക്കാൻ പറഞ്ഞപ്പോഴേ അങ്ങോട്ട് നടക്കടാ. വേഗം നടക്കും മോനെ. ഇവറ്റകളൊക്കെ ആർക്ക് വേണം ഈ പച്ചമാംസം? എനിക്ക് ആ ആട് മതി, മസാല പുരട്ടിയ ആട്. ഇവരെല്ലാം പൊരിച്ചോണ്ട് വന്നേക്കോല്ലേ. ഇവിടെ എവിടെ വന്നാൽ വെച്ചേക്കൊന്നും അറിയത്തില്ലല്ലോ. അടുക്കളയിലായിരിക്കും. അങ്ങോട്ട് പോകാം. എനിക്ക് എന്തായാലും ആടിന് മതി, ഇവറ്റകളൊന്നും എനിക്ക് വേണ്ട. പിള്ളേരെ എല്ലാവരും അടുത്തടുത്തൊക്കെ നിൽക്കണേ. എന്നാലും ഇതെന്തൊരു കഷ്ടം ഈ കറണ്ട് പോയേക്കുന്നു ഇങ്ങനെ. നമുക്ക് അത്യാവശ്യം ഘട്ടത്തിൽ തന്നെ കറണ്ട് പോയത്. ഞാൻ മിക്സി ഓണാക്കി വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാ കറണ്ട് പോയത്. അതെന്തോ ചാടുന്ന മിക്സിക്കകത്ത്? മിക്സിക്കകത്തോ? അത് ഞാനെങ്കിൽ മയോണൈസ് ഉണ്ടാക്കുമായിരുന്നമ്മേ. നമുക്ക് ആ പൊരിച്ച ആടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടേ. ആ അത് ശരിയാ. ഞാൻ ദേ മയോണൈസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോഴാട്ടോ ഇവരങ്ങി ആ ആട് മൊത്തം കഴിച്ചങ്ങ് തീർക്കുകയും ചെയ്ത്. പൊരിച്ചാട്. പിന്നെന്താ എന്ത് ഇവറ്റകള് പറഞ്ഞത്? ആ പൊരിച്ചാടിന് മൊത്തം ഇവറ്റകള് തിന്നോ? അപ്പൊ എനിക്ക് ഇനി എവിടെ കിട്ടും? ഞാൻ എന്തോത്ര കൊതിച്ചിട്ടാ വന്നത് ആ പൊരിച്ചാടിനെ തിന്നാന്. എനിക്കപ്പോ പൊരിച്ച ആടിനെ കിട്ടിയില്ല. ഇവറ്റകളെ എല്ലാത്തിനും ഞാൻ തിന്നും. എവിടെങ്കിലും ഒളിച്ചിരിക്കണം കറണ്ട് വരുമ്പോഴത്തേക്ക്. പക്കം പാർത്തിരുന്ന് ഓരോത്തിനെ തിന്നാം. മിക്സി ഇനി കേടാകുമെന്തോ. മിക്സി ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാ കറണ്ട് പോയത്. ഞാൻ പിന്നെ മിക്സി ഓഫ് ചെയ്തതും ഇല്ല. കണ്ണ് കാണത്തില്ലായിരുന്നല്ലോ മിക്സി ഓഫ് ചെയ്യാനൊന്നും. ഇപ്പം ചേട്ടനെങ്കിൽ തന്നെ ടീച്ചറിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടുള്ള ടോർച്ചും കൊണ്ടുപോവുകയും ചെയ്ത്. ഒന്നും ടീച്ചറിനെ കൊണ്ടുവിട്ടോണ്ട് ഞാൻ ഒന്നും പറയുന്നതല്ല. എന്നാലും നമ്മളിപ്പോൾ ആകെപ്പാടെ ഇരുട്ടിലായല്ലോ. ചേട്ടനെങ്കിൽ പെട്ടെന്ന് വരുന്നുമില്ലല്ലോ. ചേട്ടൻ വരുന്നു നമുക്ക് നോക്കാനും പറ്റത്തില്ലല്ലോ അമ്മേ. കറണ്ട് വന്നു. കറണ്ട് വന്നു പോലെ തന്നെ തിരിച്ചു പോയല്ലോ. മിക്സി അതുപോലെ ഇരുന്ന് ഓണാകുകയും ചെയ്തു. കറണ്ട് ഇപ്പൊ വന്ന കണ്ടില്ലേ? അതുപോലെ അങ്ങ് വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരെ ഒന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. എവിടെ ഒളിക്കും? ഒളിക്കാൻ പറ്റിയ സ്ഥലമൊന്നും ഇല്ലല്ലോ ഈ അടുക്കളയില്. ഇതിന്റെ മുകളിൽ തന്നെ എവിടെയെങ്കിലും ഒളിക്കണം. എന്നാലേ എനിക്ക്
ഇവരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓരോരുത്തരായിട്ട്. ഇവിടെ ഒരു പാത്രം ഇരിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് കയറി ഇരിക്കാം. ആ പാത്രത്തിൽ എനിക്ക് കയറാനുള്ള സ്ഥലമേ ഉള്ളൂ. ആ പാത്രത്തിൽ നിന്ന് ഇറങ്ങി ഇവരെ ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യാം. എന്തായാലും ഈ പാത്രത്തിനകത്ത് തന്നെ കയറാം. ഇവർ ഈ പാത്രത്തിന് എന്തോ പേര് പറഞ്ഞല്ലോ, എന്തോ മിക്സിയോ? ആ മിക്സി, അതിൽ കയറാം. എവിടെ ആരാണ്ട് കുശുകുശത്ത് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ അമ്മേ. ആ എനിക്കും തോന്നി. എവിടെ കറണ്ട് ഒന്നാമത് ഇല്ല, നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് വന്ന പോലെ തിരിച്ച് കറണ്ട് പോകാതിരുന്നാൽ മതി. ഒരു ചാർജ് ഇല്ലെങ്കിൽ ആ മിക്സി ഓഫ് ചെയ്യോ? അയ്യോ ശരിയാ, മിക്സി കിടന്ന് കറങ്ങുക. അയ്യോ അയ്യോ ഹോ, മിക്സി ഓഫ് ചെയ്ത്. അല്ല ശാരദേ, അയ്യോ അയ്യോ പറഞ്ഞ് വിളിച്ചു പോകുന്ന സൗണ്ട് കേട്ടല്ലോ. എന്തോ ഞാൻ കേട്ടില്ല. അയ്യോ ഒന്ന് നിർത്തുവോ? ഒരാൾ പറഞ്ഞു കേട്ട്, ഒരാൾ പറഞ്ഞു കേട്ടില്ല, ഒരാൾ പറഞ്ഞു കേട്ട്, ഒരാൾ പറഞ്ഞു കേട്ടില്ല, ഒരാൾ പറഞ്ഞു കേട്ട്, ഒരാൾ പറഞ്ഞു കേട്ടില്ല, ഒരാൾ പറഞ്ഞു കേട്ട്, ഒരാൾ പറഞ്ഞു കേട്ടില്ല. അത് പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടോണ്ട് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ മയോണൈസിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ തന്നെ ഈ ജാറ് കഴുകി വെക്കട്ടെ. കുറെ നേരം കൊണ്ട് കിടന്ന് കറങ്ങുമല്ലായിരുന്നു. ആ മയോണൈസ് കിടന്ന് അതിനകത്ത് കിടന്ന് ഒരു പരുവായി തോന്നും. ഇതെന്തോ ജാറിനാ പറഞ്ഞു കിടക്കുന്നത്? ഇതെന്തോ ജ്യൂസോ? ഞാൻ ജ്യൂസ് പോലെ വെച്ച് ചുമന്ന കളറ്. ഞാനെങ്കിൽ മയോണൈസ് അല്ലേ ഉണ്ടാക്കി, അത് വെള്ള കളറിലാവുണ്ട്. ഇതെങ്ങനെ ചുമന്ന കളറ്? എവിടെ എവിടെ കാണിച്ചേ? ഇതെങ്ങനെ വാട്ടർമെലോന്റെ ജ്യൂസിനകത്ത് വന്നത്? ഞാൻ മയോണൈസ് അല്ലേ പിള്ളേരുണ്ടാക്കിയത്, പിന്നെ എങ്ങനെ വാട്ടർമെലോന്റെ ജ്യൂസിനകത്ത് വന്നത്? ചിലപ്പോൾ ശാരദ ഓർത്ത് കാണത്തില്ലായിരിക്കും. വാട്ടർമെലൺ മെലൺ ജ്യൂസ് അടിക്കാൻ വേണ്ടി അതിനകത്ത് ഇട്ട് കാണുമായിരിക്കും. അതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വന്നപ്പോഴൊക്കെ അറിയുന്ന കണ്ടില്ലായിരുന്നു. അല്ലല്ല, നീ അതിന് വാങ്ങിച്ചില്ലല്ലോ ശാരദ. വാട്ടർമെലൺ വേണമെന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലായിരുന്നു. തണിമത്തേക്ക് വാങ്ങിക്കുന്നത്, എന്നിട്ട് നീ വാങ്ങിച്ചില്ലായിരുന്നല്ലോ. ആ അതല്ലേ അമ്മ ഞാനും പറഞ്ഞത്. നമ്മളീ വാട്ടർമെലൺ വാങ്ങിച്ച പോലില്ല. അമ്മ ഇന്നലെ പറഞ്ഞ് തണ്ണിമത്തേക്ക് വാങ്ങിക്കുന്നതിനോട് പറഞ്ഞ് മാർക്കറ്റിൽ പോയപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, ഈ പനി വല്ലതും പിടിച്ചാലോന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ വാങ്ങിച്ച പോലില്ല ഈ സാധനം. എന്താ പ്രശ്നം? പുലി പോയ പിള്ളേരെ നല്ല ആളാ കേട്ടോ എന്റെ പൊന്നോ. ഞങ്ങളാക്കിയ കറണ്ടിലെത്ത സമയത്ത് കടന്ന് അനുഭവിച്ചത്. ചേട്ടൻ ഇപ്പൊ കണ്ട കറണ്ട് വന്നപ്പോഴത്തേക്കാണ് തന്നെ വന്നത്. ഇടി അത് പിന്നെ ആ ടീച്ചറിന്റെ വീടങ്ങ് ദൂരെയായിരുന്നു. പിന്നെ അവിടെ കൊണ്ടാക്കണ്ടേ പാവം. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് പോയത്. പിന്നെ നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, പുലിയെ അറ്റാക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ ഇത്രയും പേര് മതിയല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ കൊണ്ട് വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ആ അതേതായാലും നല്ലായിരുന്നു എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. ഞാൻ വാട്ടർമെലൺ കൊണ്ടിട്ടാണ് എന്തിന്? ബെസ്റ്റ്. കുടിച്ച ഗ്ലാസ് ആക്കി അടുത്ത കൊണ്ട് വയ്ക്കാത്ത ആളല്ലേ ഇനി വാട്ടർമെലോൺ ഇനി ഇപ്പൊ മിക്സിക്കകത്ത് കൊണ്ടിടുന്നത്. ആ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കടി. ഞാനൊന്നും ചെയ്തില്ല പിള്ളേരെ. എടാ മോനെ, ഇതിനകത്ത് വാട്ടർമെലോന്റെ ജ്യൂസ് വന്നടാ. കുറെ നേരം കൊണ്ട് കറണ്ട് വന്നപ്പോഴത്തേക്കൊക്കെ ഇതിനകത്ത് ഈ മിക്സി കിടന്ന് അറിയുന്നുണ്ടായിരുന്നു. ഇവളെങ്കിൽ തന്നെ മയോണൈസാ വെച്ചെന്ന് പറഞ്ഞു ഇതിനകത്ത്. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് ഒത്തുപാണ്ട് വാട്ടർമെലോന്റെ ജ്യൂസ് കിടക്കുന്നത്. എന്താണ് കൊട്ടുവനെ? അയ്യോ ശരിയാന്നല്ലോ. ശരിയാണല്ലോ കുട്ടുവൻ പറഞ്ഞത്. കുട്ടുപോർ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. ശാന്ത നീ എനിക്ക് പെട്ടെന്ന് ഞാനോട് നോക്കടി. അതിനകത്ത് വേറെ എന്തെങ്കിലും അവശിഷ്ടം വല്ല ഉണ്ടോ? പുലിയാണെങ്കിൽ തലയും കണ്ണും പിന്നെ ദേഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാലും ഒക്കെ. അതിനകത്തൊക്കെ വല്ല ഉണ്ട് നോക്കടിയാ ജ്യൂസിനകത്ത്. ശരിയമ്മ ഞാൻ നോക്കട്ടെ എടുത്തേ. അയ്യോ സത്യമേ പറഞ്ഞത്. പുലിയുടെ കണ്ണ് ഏതാണ്ട് കിടക്കുന്നത് നോക്ക്, കാല്. അയ്യോ ആ വാട്ടർമെലോണി ആ സാധനം തന്നെ ഇത് അറിഞ്ഞത്. എടി എനിക്ക് തോന്നുന്നത് നീ എങ്കിൽ ആ ചാറാണെങ്കിൽ അവിടെ വെച്ചിരുന്നപ്പോഴത്തേക്ക് ആ പുലി അകത്തെ കൊണ്ട് കയറി ഇരുന്നു തോന്നുന്നു. ആ ചേട്ടാ, ഞാനെങ്കിൽ മിക്സി എങ്കിൽ ഓണാക്കിക്കൊണ്ടിരുന്നപ്പോഴാ ഈ കറണ്ട് പോയത്. മിക്സി അപ്പോൾ ഓഫ് ചെയ്തതില്ലായിരുന്നു. ആ സമയത്തൊക്കെ കറണ്ട് പോയ സമയത്താ ഈ പുലി അകത്ത് കയറിയെന്ന്. കറണ്ട് വന്നപ്പോൾ തന്നെ മിക്സി അങ്ങ് വർക്കായി ഓണായി. ആ സമയത്ത് പുലി അകത്ത് ഇരിക്കില്ലായിരുന്നു. അങ്ങനെ പുലി അറിഞ്ഞു പോയതാ. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടല്ലേ അങ്ങനെയെങ്കിലും. അടിപൊളി.